എൻ്റെ യൂട്യൂബ് ചാനലായ റൂൾസ് ആർ ഗോഡ്സ് ദ സ്റ്റാഫ് ക്ലാസ് റൂമിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് KSRൻ്റെ മറ്റൊരു എപ്പിസോഡാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഒരുപക്ഷെ KSRൻ്റെ പരമപ്രധാനമായിട്ടുള്ള ഒരു പോർഷനാണ് നമ്മൾ ഇന്ന് ഡിസ്കഷൻ എടുക്കുന്നത്. അതായത് പേ ഫിക്സേഷനും അതുമായിട്ട് അനുബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം ഈ ഡിസ്കഷൻ കേൾക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഈ വീഡിയോയുടെ താഴെ കൊടുത്തിരിക്കുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൾ എന്ന ഒരു ഓപ്ഷനൂടെ വരും. അതുകൂടെ പ്രസ് ചെയ്താൽ കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ എപ്പിസോഡുകളെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് കാണാൻ സാധിക്കും എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. പേ ഫിക്സേഷനിലേക്ക് കടക്കുകയാണ്. KSRൻ്റെ റൂൾ 25, 26, 27, 28, 28A ഇത്രയുമാണ് നമ്മളിന്ന് ഈ എപ്പിസോഡിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. നേരെ വിഷയത്തിലേക്ക് കടക്കുന്നു. What is pay? Pay means the amount drawn monthly by an officer as pay and includes personal pay and special pay. Pay does not include special pay granted for personal qualifications. പേ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഡെഫിനിഷൻ നമ്മൾ കൃത്യമായിട്ട് അറിയണം. അത് an amount drawn monthly by an officer as pay. പേ എന്ന പേരിൽ ഗവൺമെൻറ് നിശ്ചയിക്കുന്ന ഓരോ മാസവും ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ വാങ്ങുന്ന തുകയാണ്. ആൻഡ് ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് പേഴ്സണൽ പേ ആൻഡ് സ്പെഷ്യൽ പേ. പേഴ്സണൽ പേ എന്താണെന്നും സ്പെഷ്യൽ പേ എന്താണെന്നും ഒക്കെ നമ്മൾ ഇതിനു മുൻപ് ഒരു എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്താണ്. നിങ്ങൾ അത് ഓർക്കുക. സ്പെഷ്യൽ പേ, പേഴ്സണൽ പേ ഞാൻ പെട്ടെന്നൊന്ന് പറയാം. പേഴ്സണൽ പേ മീൻസ് ഏതെങ്കിലും ഒരു സബ്സ്റ്റാൻറ്റീവ് ഫിക്സേഷൻ, പേയിലെ ഫിക്സേഷൻ നടത്തുമ്പോൾ പേയിൽ കുറവ് വന്നാൽ ആ നഷ്ടം നികത്തുന്നതിന് വേണ്ടി കൊടുക്കുന്നതാണ്. ഞാനൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. സ്പെഷ്യൽ പേ പലതരത്തിലുണ്ട്. ഇല്ലി ഓഫ് എ ടൈം സ്കെയിലുണ്ട്, ആർഡുവസ് നേച്ചർ ഓഫ് വർക്കിനുണ്ട്, അഡീഷണൽ ഡ്യൂട്ടീസ് നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള സ്പെഷ്യൽ പേ ഉണ്ട്. അപ്പോൾ ഈ സ്പെഷ്യൽ പേയും പേഴ്സണൽ പേയും എല്ലാം ഈ പേയുടെ ഡെഫിനിഷനിൽ വരുന്നതാണ്. ആൻഡ് റൂൾ 25 എന്താ പറയുന്നതെന്ന് നോക്കാം. KSRൻ്റെ റൂൾ 25 പേ നോട്ട് ടു എക്സീഡ് ദ പേ സാങ്ഷൻഡ് ഫോർ ദി പോസ്റ്റ് എന്നൊരു റൂളുണ്ട്. അതായത് ഒരു പേ ഫിക്സ് ചെയ്യുമ്പോൾ, അതായത് സാങ്ഷൻഡ് എക്സീഡ് ദ പേ സാങ്ഷൻഡ് ഫോർ ദ പോസ്റ്റ്, ഒരു പോസ്റ്റിന് സാങ്ഷൻ ചെയ്തിരിക്കുന്ന പേയെ അധികരിച്ച് ഒരിക്കലും ഒരു ഉദ്യോഗസ്ഥന് പേ അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. ജസ്റ്റ് ഒരു എക്സാമ്പിളിലൂടെ നമുക്കത് വ്യക്തമാക്കാം. ദ പേ ഓഫ് ആൻ ഓഫീസർ ഷാൽ നോട്ട് ബി സോ ഇൻക്രീസ്ഡ് ആസ് ടു എക്സീഡ് ദ പേ സാങ്ഷൻഡ് ഫോർ ഹിസ് പോസ്റ്റ്. അതിനൊരു അപ്പം അനുവദനീയമായ പേ അധികരിച്ച് ഒരിക്കലും ഒരാളിന് ഒരു പേ അനുവദിക്കാൻ പാടില്ല. അതിനൊരു എക്സെപ്ഷനാണ് നമ്മൾ പറഞ്ഞ പേഴ്സണൽ പേ. ആ പേഴ്സണൽ പേ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിളിലൂടെ ഞാനത് വ്യക്തമാക്കാം. An eminent person was invited by the government to hold a post having a scale of pay of 48,640 to 59,840. ഈ ഒരു ടൈം സ്കെയിലാണ് അദ്ദേഹത്തെ ഒരു അപ്പോയിൻമെൻറ്റ് നൽകിയതെന്ന് സങ്കല്പിക്കുക. ഗവൺമെൻറ് ഡിസൈഡ്സ് ടു സാങ്ഷൻ ഹിം ദ പേ ഓഫ് 65,000. അദ്ദേഹത്തിൻ്റെ വൈദഗ്ധ്യത്തിനും അല്ലെങ്കിൽ അറിവിനെയൊക്കെ മാനിച്ചിട്ട്, എക്സ്പെർട്ടൈസിനെ മാനിച്ചിട്ട് അദ്ദേഹത്തിന് 65,000 റുപ്പീസ് പേ ആയിട്ട് അനുവദിക്കാൻ ഗവൺമെൻറ് തീരുമാനിക്കുന്നു. പക്ഷേ ആ സ്കെയിലിൻ്റെ മാക്സിമം നിങ്ങൾ നോക്കൂ, 59,840 മാത്രമേ ഉള്ളൂ. ഹൗ വിൽ ദ പേ ഓഫ് ദിസ് ബി സാങ്ഷൻ ടു ഹിം ആസ് ദ പേ എക്സീഡ്സ് ദ പേ സാങ്ഷൻ ടു ദ പോസ്റ്റ്. അപ്പോൾ ഇവിടെ ആ പോസ്റ്റിന് സാങ്ഷൻ ചെയ്തിരിക്കുന്ന സ്കെയിലിനെ അതിൻ്റെ മാക്സിമത്തെ എക്സീഡ് ചെയ്തിട്ടാണ് അദ്ദേഹത്തിന് ശമ്പളം അനുവദിച്ചത്. പക്ഷേ ഗവൺമെൻറ് അങ്ങനെ തീരുമാനിക്കുന്നു. ആ കേസിൽ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പേ റെഗുലേറ്റ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. ഇറ്റ് വിൽ ബി ഫിക്സ്ഡ് അറ്റ് റുപ്പീസ് 59,840. മാക്സിമം പേ അദ്ദേഹത്തിന് അനുവദിക്കുകയും ഗവൺമെൻറ് ഉദ്ദേശിക്കുന്ന അധിക തുക, അതായത് 5,160 രൂപ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ പേ ആയിട്ടും ആയിരിക്കും അദ്ദേഹത്തിന് നൽകുക. അതാണ് പേയും പേഴ്സണൽ പേയും. ദിസ് ഈസ് ദി എക്സാമ്പിൾ. അടുത്തത് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട റൂൾ
28 of KSR എന്താണെന്ന് നോക്കാം. ഫിക്സേഷൻ ഓഫ് പേ ഓൺ അപ്പോയിൻമെൻറ്റ് ടു സബ്സ്റ്റാൻറ്റീവ് പോസ്റ്റ്. ഒരു സബ്സ്റ്റാൻറ്റീവ് പോസ്റ്റിലേക്ക് അപ്പോയിൻമെൻറ്റ് നടത്തുമ്പോൾ അപ്ലൈ ചെയ്യുന്ന റൂളാണ് KSR Rule 28. The initial substantive pay of an officer who is appointed substantively to a post on a time scale of pay is fixed at the stage of the time scale next above his substantive pay in respect of the old post. This rule is applicable only to posts carrying more than a revised minimum of 68,700. അതായത് ഒരു സബ്സ്റ്റാൻറ്റീവ് ഹോൾഡർ ഓഫ് എ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞതാണ്. സബ്സ്റ്റാൻറ്റീവ് ഹോൾഡർ ഓഫ് എ പോസ്റ്റ് മീൻസ് ഒരു പെർമനന്റ് പോസ്റ്റിൽ ഒരു ലീനോട് കൂടി ഒരാൾ പ്രവർത്തിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് സബ്സ്റ്റാൻറ്റീവ് ഹോൾഡർ എന്ന് പറയുന്നതും ആ സമയത്ത് അദ്ദേഹം വാങ്ങുന്നതിനെയാണ് നമ്മൾ സബ്സ്റ്റാൻറ്റീവ് പേ എന്ന് പറയുന്നത്. അങ്ങനെ സബ്സ്റ്റാൻറ്റീവ് പേ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളിനെ അതിൻ്റെ ഹയർ പോസ്റ്റിലേക്ക് പ്രൊമോട്ട് ചെയ്യുമ്പോൾ അതും ഒരു പെർമനന്റ് പോസ്റ്റ് ആണെന്നും അത് സബ്സ്റ്റാൻറ്റീവ് അപ്പോയിൻമെൻ്റ് ആണെന്നും വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് സബ്സ്റ്റാൻറ്റീവ് ടു സബ്സ്റ്റാൻറ്റീവ് ആണ് പ്രൊമോഷനെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേ ഫിക്സ് ചെയ്യുന്നതിനെ ക്രമീകരിക്കുന്നതാണ് റൂൾ 28. എങ്ങനെയായിരിക്കും അത്? പേ ഈസ് ഫിക്സ്ഡ് അറ്റ് ദ സ്റ്റേജ് ഓഫ് ദി ടൈം സ്കെയിൽ നെക്സ്റ്റ് അബോവ് ഹി സബ്സ്റ്റാൻറ്റീവ് പേ. അതായത് താഴത്തെ സ്കെയിൽ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആ പേയുടെ റിവൈസ്ഡ് സ്കെയിലിന് അല്ലെങ്കിൽ ഹയർ സ്കെയിലിൻ്റെ നെക്സ്റ്റ് സ്റ്റേജിലേക്കായിരിക്കും ഫിക്സേഷൻ. ഈ റൂളിനെയാണ് നമ്മൾ റൂൾ 28 എന്ന് പറയുന്നത്. അപ്പോൾ സബ്സ്റ്റാൻറ്റീവ് ടു സബ്സ്റ്റാൻറ്റീവ് അപ്പോയിൻമെൻറ്റ് നടക്കുന്നിടത്ത് അല്ലെങ്കിൽ പ്രൊമോഷൻ കൊടുക്കുന്നിടത്താണ് ഈ വിധത്തിലുള്ള ഫിക്സേഷൻ. പക്ഷേ ഇത് ദിസ് റൂൾ ഈസ് ആപ്ലിക്കബിൾ ഓൺലി ടു പോസ്റ്റ് ക്യാരിയിങ് മോർ ദാൻ റിവൈസ്ഡ് മിനിമം ഓഫ് 68,700. അത് 68,700-നെ അധികരിച്ച് ശമ്പളം വാങ്ങിക്കൊണ്ടിരിക്കുന്ന കേസുകളിൽ മാത്രമാണ് ഈ റൂൾ ആപ്ലിക്കബിൾ എന്നൂടെ അറിയണം. Refixation of pay is not admissible in this case as the officer acquires a lien in the new post and his lien in the old post will be terminated. ഈ കേസിൽ ഇങ്ങനെ പ്രൊമോഷൻ കൊടുക്കുന്ന കേസിൽ റീഫിക്സേഷന് നമ്മൾ ഇനി കാണാൻ പോകുന്നു 28A ഒക്കെ റീഫിക്സേഷന് എലിജിബിലിറ്റി ഉണ്ടായിരിക്കുകയില്ല. എന്തുകൊണ്ടാണത്? ആസ് ദി ഓഫീസർ അക്വയർസ് എ ലീൻ ഇൻ ദ ന്യൂ പോസ്റ്റ്. പുതിയ പോസ്റ്റിലേക്ക് അപ്പോയിന്റ് ചെയ്യുന്നത് സബ്സ്റ്റാൻറ്റീവ് ആയതുകൊണ്ട് ഹി അക്വയർസ് എ ലീൻ ഓൺ ദി ഹയർ പോസ്റ്റ് ആൻഡ് ഹി ഹാഡ് എ ലീൻ ഓൺ ദി ലോവർ പോസ്റ്റ് ആൾസോ. അപ്പോൾ ലോവർ പോസ്റ്റിൽ നിന്ന് ഹയർ പോസ്റ്റിലേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒരു ഉദ്യോഗസ്ഥന് രണ്ട് പോസ്റ്റിൽ സൈമിൾട്ടേനിയസ് ആയിട്ട് ലീൻ അക്വയർ ചെയ്യാൻ സാധ്യമല്ല എന്ന് നമ്മൾ പറഞ്ഞതാണ് ആ ഡിസിഷനിൽ. അതുകൊണ്ടാണ് once he is promoted to another substantive post, he severs connection with the lower post. ആ ലോവർ പോസ്റ്റുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം വിച്ഛേദിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് റീഫിക്സേഷൻ ആവശ്യമായിട്ടുള്ള സംഗതി ഇവിടെ ഇല്ല എന്നർത്ഥം. റീഫിക്സേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ലോവർ പോസ്റ്റ് അദ്ദേഹം കണ്ടിന്യൂ ചെയ്യുമായിരുന്നു എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് വേണം എന്നൊക്കെ നമ്മൾ ഇനിയിപ്പോൾ കാണാൻ പോകുന്നു. അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഇസ് നോട്ട് ഫോർത്ത് കമ്മിങ് ഇൻ ദിസ് കേസ്. സോ നോ റീഫിക്സേഷൻ. അതുകൊണ്ടാണ് റീഫിക്സേഷൻ കൊടുക്കില്ല എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് റൂൾ 28-ൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ വിശദീകരിക്കാം. ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കൂ. An officer drawing substantive pay of rupees 83,000 with effect from 1/5/2018 in the scale of pay of 77,400, 1/11/15,200 got promoted on 1/11/2018 to a post in the scale of 81,000, 1,17,600 in a substantive capacity. Fix his pay on promotion to the higher post. When will he draw his first increment in the higher post? That is the question. ഇപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സബ്സ്റ്റാൻറ്റീവ് പേ ഹോൾഡർ ഓഫ് എ പോസ്റ്റിന്, ഒരു സബ്സ്റ്റാൻറ്റീവ് പേ വാങ്ങുന്ന ഒരാളിനെ ഒരു ഹയർ പോസ്റ്റിലേക്ക്, ഒരു സബ്സ്റ്റാൻറ്റീവ് പോസ്റ്റിലേക്കാണ് അയാളെ പ്രൊമോട്ട് ചെയ്യുന്നത്. സബ്സ്റ്റാൻറ്റീവ് ടു സബ്സ്റ്റാൻറ്റീവ് ആണെങ്കിൽ എങ്ങനെ ഫിക്സ് ചെയ്യുന്നതാണ്. ഇപ്പോൾ 1/5/2018 അദ്ദേഹം 83,000 രൂപ വാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആണ് പ്രൊമോഷൻ. അപ്പോൾ 1/11/2018 അദ്ദേഹം വാങ്ങിക്കൊണ്ടിരിക്കുന്നത് 83,000 ആണ്. പ്രൊമോഷൻ കിട്ടുന്നുണ്ടെന്ന് ഒരു ഹയർ സ്കെയിലിലേക്ക് 81,000, 1,17,600 പ്രൊമോഷൻ കിട്ടുമ്പോൾ 83,000-ൻ്റെ നെക്സ്റ്റ് സ്റ്റേജ് ഈ പുതിയ സ്കെയിലിൽ എത്രയാണ്? പുതിയ സ്കെയിലിൽ 81,200 കഴിഞ്ഞിട്ട് 2,000 ആണ് റേറ്റ് ഓഫ് ഇൻക്രിമെന്റ്. അതുകൊണ്ട് 83,000-ൻ്റെ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് 85,000 റുപ്പീസ്. നോക്കൂ,
his pay will be fixed at next stage, that is rupees 85,000 in the scale of pay of rupees 81,000, 1,17,600 on the date of promotion. അപ്പോൾ നെക്സ്റ്റ് സ്റ്റേജ് ഫിക്സേഷൻ കൊടുത്തു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ഇൻക്രിമെൻ്റ് എന്നായിരിക്കും. നെക്സ്റ്റ് ഇൻക്രിമെൻ്റ് 1/11/2018 നമ്മൾ പേ ഫിക്സ് ചെയ്ത്, അതുകൊണ്ട് നെക്സ്റ്റ് ഇൻക്രിമെൻ്റ് എന്ന് പറയുന്നത് 1/11/2019 ദിസ് ഈസ് എ ടിപ്പിക്കൽ എക്സാമ്പിൾ. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട KSRലെ ഒരു ഫിക്സേഷൻ റൂളാണ് റൂൾ 28A. ഫിക്സേഷൻ ഓഫ് പേ ഓൺ പ്രൊമോഷൻ, അപ്പോയിൻമെൻറ്റ് ടു എ പോസ്റ്റ് കാരിയിങ് ഹയർ ടൈം സ്കെയിൽ ഓഫ് പേ. അതായത് ഒരു പ്രൊമോഷൻ കിട്ടുമ്പോൾ എങ്ങനെയാണ് സാധാരണയായിട്ട് പേ ഫിക്സ് ചെയ്യുന്നതെന്നാണ് 28 പ്രതിപാദിക്കുന്നത്. ഇതിന് തുല്യമായിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിലെ 22C എന്ന് പറയുന്ന ഒരു റൂളും ഉണ്ടെന്ന് ഞാൻ സാന്ദർഭികമായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ദ പേ ഓഫ് ആൻ ഓഫീസർ ഹോൾഡിംഗ് എ പോസ്റ്റ് ഇൻ എ സബ്സ്റ്റാൻറ്റീവ്, ടെമ്പററി ഓർ ഒഫീഷ്യേറ്റിംഗ് കപ്പാസിറ്റി when promoted to another post carrying a higher time scale of pay. His initial pay in the higher time scale of pay shall be fixed at the stage next above the pay notionally arrived at in the lower time scale of pay by increasing the actual pay drawn by him in the lower time scale by one increment. ഇത് വായിക്കുമ്പോൾ കുറച്ചൊരു ദുരൂഹമാണെന്ന് തോന്നുന്നെങ്കിലും വളരെ സിമ്പിളാണ്. അതായത് ഒരു സബ്സ്റ്റാൻറ്റീവ്, ടെമ്പററി, ഒഫീഷ്യേറ്റിംഗ്. സബ്സ്റ്റാൻറ്റീവ് എന്താണ്, ടെമ്പററി എന്താണ്, ഒഫീഷ്യേറ്റിംഗ് എന്താണ്, ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. ഈ ഏത് വിധത്തിലും ഒരു പോസ്റ്റ് ഹോൾഡ് ചെയ്യുന്ന ഒരാളിനെ ഒരു ഹയർ ടൈം സ്കെയിലിലേക്ക് പ്രൊമോട്ട് ചെയ്താൽ അദ്ദേഹത്തിൻ്റെ പേ ഫിക്സ് ചെയ്യുന്നത് 28A വെച്ചിട്ടായിരിക്കും. എങ്ങനെയാണ് പേ ഫിക്സ് ചെയ്യുന്നത് സിമ്പിളായിട്ട് ഞാൻ പറയാം. അതായത് പേ ഇൻ ദ ലോവർ പോസ്റ്റ്, അദ്ദേഹം വാങ്ങിക്കൊണ്ടിരിക്കുന്ന പേയ്ക്ക് ഒരു ഇൻക്രിമെൻ്റ് കൂടെ ലോവർ ടൈം സ്കെയിലിൽ കൊടുക്കും. അതിനെയാണ് നമ്മൾ നോഷണൽ ഇൻക്രിമെൻ്റ് എന്ന് പറയുന്നത്. ആ അറൈവ് ചെയ്യുന്ന പേയുടെ ഹയർ ടൈം സ്കെയിലിൽ ആ പേയുടെ നെക്സ്റ്റ് സ്റ്റേജ് കൊടുക്കും. അപ്പോൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന പേയ്ക്ക് ഒരു നോഷണൽ ഇൻക്രിമെൻറ്റ്, ആ നോഷണൽ ഇൻക്രിമെൻറ്റ് കൊടുക്കുന്നത് ലോവർ പഴയ സ്കെയിലാണ് ഒരു നോഷണൽ ഇൻക്രിമെൻറ്റ്. എന്നിട്ട് പുതിയ പ്രൊമോട്ടഡ് സ്കെയിലിൻ്റെ നെക്സ്റ്റ് സ്റ്റേജ് ആയിരിക്കും പേ ഫിക്സ് ചെയ്യുന്നത്. ആൻഡ് ദിസ് റൂൾ ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു പോസ്റ്റ് കാരിയിങ് എ സ്കെയിൽ ഓഫ് പേ ദ മിനിമം ഓഫ് വിച്ച് എക്സീഡ്സ് rupees 68,700. പുതിയ പേ റിവിഷൻ ഓർഡർ വന്നപ്പോൾ ഈ റൂള് ഈ ഹയർ സ്കെയിലിൻ്റെ മിനിമം 68,700 എക്സീഡ് ചെയ്യുന്നവർക്ക് മിനിമം ഈ റൂള് ആപ്ലിക്കബിൾ അല്ല. എന്ന് പറഞ്ഞാൽ 68,700 വരെ ഉള്ളവർക്ക് മാത്രമേ 28A റൂൾ ആപ്ലിക്കബിൾ ഉള്ളൂ. നമുക്കൊരു എക്സാമ്പിളിലൂടെ ഇത് വിശദമായി കാണാം. From 1/2/2016, a refixation is also admissible whenever there is a change of pay in the lower post, provided a certificate of officiation is forthcoming. അതായത് ഈ പുതിയ പേ റിവിഷൻ വരുന്നതിന് മുമ്പ് ഈ റീഫിക്സേഷന് ഉള്ള അഡ്മിസിബിലിറ്റി നമ്മൾ എടുത്തു കളഞ്ഞിരുന്നു. പക്ഷേ ഫ്രം 1/2/2016 മുതൽ റീഫിക്സേഷൻ ഈസ് ആൾസോ അഡ്മിസിബിൾ. ഒരു റീഫിക്സേഷനും ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് എലിജിബിലിറ്റി ഉണ്ട്. അങ്ങനെ ഒരു റീഫിക്സേഷൻ കൊടുക്കണമെങ്കിൽ എപ്പോഴാണ് റീഫിക്സേഷൻ കൊടുക്കുന്നത്? വെന്നെവർ ദർ ഈസ് എ ചേഞ്ച് ഇൻ ദ ലോവർ പോസ്റ്റ്. ഇപ്പോൾ ഒരു ലോവർ പോസ്റ്റിൽ നിന്ന് ഹയർ പോസ്റ്റിലേക്കാണ് പ്രൊമോഷൻ കൊടുക്കുന്നത്. പ്രൊമോഷൻ കൊടുത്ത് പേ ഫിക്സ് ചെയ്താലും ഈ ലോവർ പോസ്റ്റിൽ ഒരു ഇൻക്രിമെൻ്റ് ഡ്യൂ ആകുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു റീഫിക്സേഷൻ ഹയർ പോസ്റ്റിൽ കൊടുക്കാനുള്ള എലിജിബിലിറ്റി ഉണ്ടാവും. പക്ഷെ അങ്ങനെ ഒരു റീഫിക്സേഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ആ സർട്ടിഫിക്കറ്റ് എന്തായിരിക്കണം? ദാറ്റ് ഹി വുഡ് ഹാവ് കണ്ടിന്യൂ ടു ഒഫീഷ്യേറ്റ് ഇൻ ദ ലോവർ പോസ്റ്റ് ബട്ട് ഫോർ ഹിസ് പ്രൊമോഷൻ ടു ദി ഹയർ പോസ്റ്റ്. ഹയർ പോസ്റ്റിലേക്ക് അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്തില്ലായിരുന്നു എങ്കിൽ ലോവർ പോസ്റ്റിൽ അദ്ദേഹം കണ്ടിന്യൂ ചെയ്യുമായിരുന്നു എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കാൻ പറ്റുമെങ്കിൽ ഈ റീഫിക്സേഷന് എലിജിബിലിറ്റി ഉണ്ടായിരിക്കും. Then the dates of option will be the date of promotion or the date of increment in the lower post. അപ്പോൾ ഇത് നമുക്ക് ഓപ്റ്റ് ചെയ്യാം. ഒന്നുകിൽ ഡേറ്റ് ഓഫ് പ്രൊമോഷൻ ഓപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ഇൻക്രിമെൻറ്റ് ഇൻ ദി ലോവർ പോസ്റ്റ് നമുക്ക് ഓപ്റ്റ് ചെയ്യാം. പക്ഷെ ഇവിടെ വളരെ പ്രധാനപ്പെട്ട 2-3 പോയിന്റ്സ് കൂടി നോക്കുക. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ടു ബി നോട്ടഡ് റിലേറ്റിംഗ് ടു റൂൾ 28A. ഒന്ന്,
the rule is applicable in all types of promotions or appointments to higher time scales of pay. അതായത് ഹയർ ടൈം സ്കെയിലിലേക്ക് അപ്പോയിൻമെൻറ്റോ അല്ലെങ്കിൽ പ്രൊമോഷനോ കിട്ടുന്ന എല്ലാ സംഗതികളിലും 28A ആപ്ലിക്കബിൾ ആണ്. ഏതൊക്കെയാണെന്ന് നോക്കൂ. ഒന്ന്, ഫ്രം എ സബ്സ്റ്റാൻറ്റീവ് പോസ്റ്റ് ടു എ സബ്സ്റ്റാൻറ്റീവ് പോസ്റ്റ്. ഒരു സബ്സ്റ്റാൻറ്റീവ് പോസ്റ്റിൽ നിന്ന് മറ്റൊരു സബ്സ്റ്റാൻറ്റീവ് പോസ്റ്റിലേക്ക് പോകുമ്പോൾ 28Aക്ക് എലിജിബിലിറ്റി ഉണ്ട്. രണ്ട്, ഒഫീഷ്യേറ്റിംഗ് പോസ്റ്റ് ടു എ സബ്സ്റ്റാൻറ്റീവ് പോസ്റ്റ്. ഒരു ഒഫീഷ്യേറ്റിംഗ് പോസ്റ്റിൽ ഇരിക്കുന്ന ഒരാളിനെ സബ്സ്റ്റാൻറ്റീവ് പോസ്റ്റിലേക്കാണ് പ്രൊമോട്ട് ചെയ്യുന്നതെങ്കിലും ഈ 28A അപ്ലൈ ചെയ്യും. പിന്നീട് ഒഫീഷ്യേറ്റിംഗ് പോസ്റ്റ് ഒഫീഷ്യേറ്റിംഗ് പോസ്റ്റ്. ഒരു ഒഫീഷ്യേറ്റിംഗ് പോസ്റ്റിലിരിക്കുകയാണ്, മറ്റൊരു ഒഫീഷ്യേറ്റിംഗ് പോസ്റ്റിലേക്കാണ് അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്യുന്നതെങ്കിലും ഈ 28Aക്ക് അപ്ലൈ ചെയ്യും. അപ്പോൾ ഈ മൂന്ന് സന്ദർഭങ്ങളിലും 28Aയുടെ ആപ്ലിക്കേഷൻ ബാധകമാണ്. ആൻഡ് ദി ആപ്ലിക്കബിലിറ്റി ഓഫ് ദ റൂൾ ഈസ് റെസ്ട്രിക്റ്റഡ് ബൈ മോണിറ്ററി ബെനിഫിറ്റ്സ്. പക്ഷേ ഈ ഇതിൻ്റെ ആപ്ലിക്കബിലിറ്റി എന്ന് പറയുന്ന മോണിറ്ററി ലിമിറ്റ് ഉണ്ട്. അത് നേരത്തെ പറഞ്ഞ 68,700 എന്ന് പറയുന്ന ആ മോണിറ്ററി ലിമിറ്റിന് ബാധകമായിട്ടായിരിക്കും ഈ 28A അപ്ലൈ ചെയ്യുക. ഇപ്പം ആ 28Aയുടെ നല്ലൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ആദ്യം ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കൂ. ഞാൻ സ്കെയിലിൻ്റെ മിനിമവും മാക്സിമം മാത്രമേ പറയുന്നുള്ളൂ, വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു ടൈം സ്കെയിൽ ആയതുകൊണ്ടാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ആൻ ഓഫീസർ വാസ് ഡ്രോയിങ് എ പേ ഓഫ് ₹25,200 ഇൻ ദ സ്കെയിൽ ഓഫ് പേ ഓഫ് ₹19,000, 43,600 വിത്ത് ഇഫക്റ്റ് ഫ്രം 1/4/2018. അതായത് 25,200 രൂപ അദ്ദേഹം പേ വാങ്ങുകയായിരുന്നു 1/4/2018. He got promoted to the scale of 25,200, 54,000 on 10/12/2018. 10/12/2018 അദ്ദേഹത്തിന് പ്രൊമോഷൻ ആകുന്നു. ഹയർ ടൈം സ്കെയിലാണ് 25,200, 54,000 എന്ന് പറഞ്ഞാൽ. ഇവിടെ അദ്ദേഹം എന്ത് ചെയ്തു? ഹി ഓപ്റ്റഡ് ടു ഫിക്സ് ഹിസ് പേ ഇൻ ദ ഹയർ ടൈം സ്കെയിൽ ഓഫ് പേ ഫ്രം ദ ഡേറ്റ് ഓഫ് അക്രൂവൽ ഓഫ് ഇൻക്രിമെന്റ് ഇൻ ദ ലോവർ പോസ്റ്റ്. ഇവിടെ അദ്ദേഹത്തിന് ഓപ്ഷൻ എലിജിബിലിറ്റി ഉണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ഇൻക്രിമെൻ്റ് ആണ് ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഹൗ ഈസ് ഹിസ് പേ ഫിക്സ്ഡ് ആൻഡ് വെൻ വിൽ ബി ഹിസ് നെക്സ്റ്റ് ഇൻക്രിമെൻറ്റ് ഡ്യൂ? ഇപ്പോൾ എങ്ങനെയായിരിക്കും അദ്ദേഹത്തിൻ്റെ പേ ഫിക്സ് ചെയ്യുന്നത് നോക്കുക. അപ്പോൾ ഇവിടെ അദ്ദേഹത്തിന് പ്രൊമോഷൻ ആകുമ്പോൾ അദ്ദേഹം ഓപ്റ്റ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് നോർമൽ ഇൻക്രിമെൻ്റ് ആണ്. നോക്കൂ, ആൻസർ ഈസ് ഹിസ് പേ ഇൻ ദ ഓൾഡ് സ്കെയിൽ as on 10/12/2018. 10/12/2018 അദ്ദേഹത്തിൻ്റെ പേ എന്ന് പറയുന്നത് 25,200 ആയിരിക്കും. ദെൻ ആഡ് നോഷണൽ ഇൻക്രിമെൻറ്റ് ഓഫ് ₹650. അതായത് ലോവർ പോസ്റ്റിൽ അദ്ദേഹത്തിന് ഒരു നോഷണൽ ഇൻക്രിമെൻറ്റ് കൊടുക്കണം പഴയ സ്കെയിലിൽ. അപ്പോൾ പേ എത്രയാവും? 25,850 ആവും. ദെൻ നെക്സ്റ്റ് സ്റ്റേജ് ഇൻ ദ ഹയർ സ്കെയിൽ, ആ പ്രൊമോട്ടഡ് സ്കെയിലിൻ്റെ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റേജ് എത്രയാണ്? നിങ്ങൾക്ക് കാണാം 25,850യുടെ നെക്സ്റ്റ് സ്റ്റേജ് പ്രൊമോട്ടഡ് സ്കെയിലിൽ 26,500 ആണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേ ഫിക്സ് ചെയ്യുന്നത് 26,500 ഡേറ്റ് ഓഫ് പ്രൊമോഷനിൽ. ദെൻ ഓൺ ഹിസ് ഡേറ്റ് ഓഫ് ഇൻക്രിമെൻറ്റ് ഇൻ ദ ഓൾഡർ പോസ്റ്റ്, അതായത് പഴയ സ്കെയിലിൽ റീഫിക്സേഷൻ അദ്ദേഹത്തിന് എലിജിബിലിറ്റി വരും. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിൻ്റെ ഇൻക്രിമെൻ്റ് ഡ്യൂ ആവുന്നത് 1/4/2019 ആൻഡ് ഓൺ ഹിസ് ഡേറ്റ് ഓഫ് ഇൻക്രിമെൻറ്റ് ഇൻ ദ ഓൾഡർ പോസ്റ്റ്, അതായത് 1/4/2019 റീഫിക്സേഷൻ വിൽ ബി ഗിവൺ ആസ് ഫോളോസ്. അപ്പോൾ റീഫിക്സേഷൻ എങ്ങനെ കൊടുക്കും നോക്കൂ. പേ ഇൻ ഹിസ് ലോവർ പോസ്റ്റ് ₹25,850. ആ പഴയ സ്കെയിലിൽ 1/4/2019 അദ്ദേഹത്തിൻ്റെ പേ 25,850 ആവും. ആഡ് നോഷണൽ ഇൻക്രിമെൻറ്റ്, ആ പഴയ സ്കെയിലിൽ ഒരു നോഷണൽ ഇൻക്രിമെൻറ്റ് കൊടുക്കുക. നോഷണൽ ഇൻക്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ നോക്കുക, ആ സ്റ്റേജിൽ 650 ആണ് അദ്ദേഹത്തിൻ്റെ റേറ്റ് ഓഫ് ഇൻക്രിമെൻറ്റ്. അതുകൊണ്ട് നോഷണൽ ഇൻക്രിമെൻറ്റ് കൊടുക്കുമ്പോൾ പേ 26,500 ആകും. ദെൻ നെക്സ്റ്റ് സ്റ്റേജ് ഇൻ ദ ഹയർ സ്കെയിൽ എന്ന് പറയുന്നത് 26,500ൻ്റെ പുതിയ സ്കെയിലിലെ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് 27,150 ആണ്. സോ ആൻഡ് ഹിസ് അതുകൊണ്ട് പേ റീഫിക്സ് ചെയ്യുന്നത് 27,150 എന്നാണ്. ഇനി ഡേറ്റ് ഓഫ് നെക്സ്റ്റ് ഇൻക്രിമെന്റ് എന്നായിരിക്കും? ഇപ്പം നമ്മളിത് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത് 1/4/2019 സോ നാച്ചുറലി ഹിസ് ഡേറ്റ് ഓഫ് നെക്സ്റ്റ് ഇൻക്രിമെന്റ് വിൽ ബി 1/4/2020. ഇത് ഒരു ക്യൂരിയസ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്.
കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ആൻ ഓഫീസർ വാസ് പ്രൊമോട്ടഡ് ടു എ സബ്സ്റ്റാൻറ്റീവ് പോസ്റ്റ് വിത്ത് ഇഫക്റ്റ് ഫ്രം 1/12/2011. 1/12/2011 അദ്ദേഹത്തെ ഒരു ഹയർ സ്കെയിലിലേക്ക് പ്രൊമോട്ട് ചെയ്തു. ഹി ഹാഡ് ഏർലിയർ ഒഫീഷ്യേറ്റഡ് ഇൻ ദ സെയിം higher post with effect from 1/4/2011 to 30/6/2011. ഈ പോസ്റ്റിൽ അദ്ദേഹം ഈ സബ്സ്റ്റാൻറ്റീവ് അപ്പോയിൻമെൻറ്റ് ലഭിക്കുന്നതിന് മുമ്പ് ഒഫീഷ്യേറ്റിംഗ് കപ്പാസിറ്റിയിൽ അദ്ദേഹം 1/4/2011 മുതൽ 30/6/2011 വരെ വർക്ക് ചെയ്തിരുന്നു. അതായത് 3 മാസം അദ്ദേഹം സെയിം പോസ്റ്റിൽ ഹയർ പോസ്റ്റിൽ അദ്ദേഹം വർക്ക് ചെയ്തിരുന്നു. വെൻ വിൽ ബി ദി നെക്സ്റ്റ് ഇൻക്രിമെൻറ്റ് ഇൻ ദ ഹയർ പോസ്റ്റ് ഡ്യൂ ടു ഹിം? അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത ഡേറ്റ് ഓഫ് ഇൻക്രിമെൻറ്റ് എന്നായിരിക്കും എന്നാണ്. ദ പീരീഡ് ഓഫ് ഒഫീഷ്യേറ്റിംഗ് ഇൻ ദ സെയിം ഹയർ പോസ്റ്റ് വിൽ ബി കൗണ്ടഡ് ഫോർ ഇൻക്രിമെൻറ്റ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു റൂളാണ്. അതായത് ഒഫീഷ്യേറ്റിംഗ് കപ്പാസിറ്റിയിൽ ഇരുന്ന കാലവും ഈ സബ്സ്റ്റാൻറ്റീവ് അപ്പോയിൻമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇൻക്രിമെൻറ്റിന് വേണ്ടി കണക്കാക്കും. അപ്പോൾ ഒരു സബ്സ്റ്റാൻറ്റീവ് കപ്പാസിറ്റിയിൽ അദ്ദേഹത്തിനെ പോസ്റ്റ് ചെയ്ത് 1/12/2011 സ്വാഭാവികമായിട്ടും നമ്മൾ വിചാരിക്കും 1/2012 അദ്ദേഹത്തിൻ്റെ നെക്സ്റ്റ് ഇൻക്രിമെൻ്റ് എന്ന്. അങ്ങനെയല്ല, അദ്ദേഹം ഒഫീഷ്യേറ്റിംഗ് കപ്പാസിറ്റിയിൽ അതേ പോസ്റ്റിൽ വർക്ക് ചെയ്തതുകൊണ്ട് ആ 3 മാസം കൂടി അദ്ദേഹത്തിനെ കൗണ്ട് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ദ ഡേറ്റ് ഓഫ് ഹിസ് നെക്സ്റ്റ് ഇൻക്രിമെൻറ്റ് വിൽ ബി 1/9/2012. ഇത് തെറ്റാനിടയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങളത് മനസ്സിലാക്കുക. അടുത്ത നമുക്ക് മൂന്നാമത്തെ ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. An officer was ordered by the court to be promoted with a retrospective effect to a post having higher responsibilities, irrespective of the fact whether there was a sufficient number of vacancies. How will the arrears be paid in this case? അതായത് കോർട്ട് ഓർഡറോട് കൂടി അദ്ദേഹത്തെ റിട്രോസ്പെക്റ്റീവ് ഇഫക്റ്റിൽ പറഞ്ഞാൽ മുൻകാല പ്രാബല്യത്തോടു കൂടി അദ്ദേഹത്തിന് ഒരു പ്രൊമോഷൻ കൊടുക്കുകയാണ്. അത് കോർട്ടിൻ്റെ ഓർഡറാണ്. അങ്ങനെ കൊടുത്താൽ പേ ഫിക്സ് ചെയ്യും. പക്ഷേ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? അദ്ദേഹത്തിന് അരിയേഴ്സിന് എലിജിബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ആൻഡ് ആൻസർ നോ ബാക്ക് അരിയേഴ്സ് വിൽ ബി പെർമിറ്റഡ് ടു ഹിം ആസ് പെർ ജിയോ ഡേറ്റഡ് 12/2/2000. അദ്ദേഹത്തിന് ബാക്ക് അരിയേഴ്സിന് എലിജിബിലിറ്റി ഉണ്ടായിരിക്കുകയില്ല. കാരണം ഈ മുൻകാല പ്രാബല്യത്തോടു കൂടി പ്രൊമോട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ ഹയർ റെസ്പോൺസിബിലിറ്റീസും ഡ്യൂട്ടീസും ഒക്കെ ഉള്ളൊരു പോസ്റ്റാണ്. ആക്ച്വലി അദ്ദേഹം അത് ക്യാരി ഔട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേ നോഷണലായിട്ട് ഫിക്സ് ചെയ്യും ഒക്കെ മാത്രമേ ഉള്ളൂ. പക്ഷേ ആ പീരീഡിന് അരിയേഴ്സിന് അദ്ദേഹത്തിന് എലിജിബിലിറ്റി ഉണ്ടായിരിക്കുകയില്ല. വളരെ കൃത്യമായി നിങ്ങളിത് മനസ്സിലാക്കണം. പക്ഷെ മറ്റൊരു കേസ് നോക്കൂ. ഇൻ കേസസ് ഓഫ് റിട്രോസ്പെക്റ്റീവ് പ്രൊമോഷൻ ഇൻവോൾവിങ് നോ ചേഞ്ച് ഓഫ് ഡ്യൂട്ടീസ്, അതായത് ചേഞ്ച് ഓഫ് ഡ്യൂട്ടീസ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ചേഞ്ച് ഇല്ലാത്ത ഒരു പോസ്റ്റിലേക്കാണ് അദ്ദേഹത്തിന് പ്രൊമോട്ട് ചെയ്യുന്നത്, റിട്രോസ്പെക്റ്റീവ് ഇഫക്റ്റീവ് പോസ്റ്റ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ, ഒരു LDC ആയിരിക്കുന്ന ഒരാളിനെ UDC ആയിട്ട് പ്രൊമോട്ട് ചെയ്യുകയാണ്. റിട്രോസ്പെക്റ്റീവ് ഇഫക്റ്റീവ് LDCയുടെയും UDCയുടെയും നേച്ചർ ഓഫ് വർക്ക് ഈസ് ദ സെയിം. ഒരു അധികമായിട്ടുള്ള ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഇല്ല. അങ്ങനെ വരുന്ന കേസിൽ എന്ത് ചെയ്യും? അഡ്മിസിബിൾ ദ മോണിറ്ററി ബെനിഫിറ്റ് ഫോർ പ്രൊമോഷൻ ആർ അഡ്മിസിബിൾ only for a maximum period of 1 year prior to the date of order of promotion. അങ്ങനെ വരുന്ന കേസിൽ അങ്ങനെ റിട്രോസ്പെക്റ്റീവ് ആയിട്ട് പ്രൊമോട്ട് ചെയ്യാൻ പറഞ്ഞ ഓർഡറിൻ്റെ ഡേറ്റ് മുതൽ പിന്നോട്ട് 1 വർഷക്കാലത്തെ അരിയേഴ്സിന് മാത്രമേ അദ്ദേഹത്തിന് എലിജിബിലിറ്റി ഉണ്ടാവൂ. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ സെഗ്രിഗേറ്റ് ചെയ്ത് വിഭജിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ബാക്ക് അരിയേഴ്സ് ആർക്കാണ് ആപ്ലിക്കബിൾ, എന്തുകൊണ്ടാണ് ആപ്ലിക്കബിൾ, ആർക്കാണ് ആപ്ലിക്കബിൾ അല്ലാത്തത്, എന്തുകൊണ്ടാണ് ആപ്ലിക്കബിൾ അല്ലാത്തത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അടുത്തൊരു എക്സാമ്പിൾ ഇതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരെണ്ണം നോക്കാം. ആൻ ഓഫീസർ ജോയിൻഡ് സർവീസ് ഓൺ 3/8/2010. ആസ് പെർ പേ റിവിഷൻ ഓർഡേഴ്സ് 2016, he opted to revise his pay with effect from 1/10/2016. He was granted 8 years higher grade with effect from 2/8/2018. He got promotion to the next higher post on 25/11/2018. As per Rule 28A, he is permitted to exercise option as to the date from which he wishes to fix his pay at the higher scale of pay. And what is the cut-off date beyond which he cannot opt to fix his pay in the higher scale of pay? അപ്പോൾ ആ ഡേറ്റ മുഴുവൻ നമ്മൾ നോക്കണം. 3/8/2010 അദ്ദേഹം ജോയിൻ ചെയ്യുന്നത്. 16 പേ റിവിഷൻ ഓർഡർ അനുസരിച്ചിട്ട് അദ്ദേഹം
ഓപ്ഷൻ കൊടുക്കുന്നു 1/10/2016 വെച്ച് റിവൈസ് ചെയ്യാൻ. എന്നിട്ട് 8 ഇയേഴ്സിൻ്റെ ഹയർ ഗ്രേഡ് 2/8/2018 കിട്ടുന്നു. ആ പോസ്റ്റിലേക്കുള്ള നോർമൽ ഇൻക്രിമെൻ്റ് അദ്ദേഹത്തിന് കിട്ടുന്നത് 25/11/2018. ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് എന്ന് ഓപ്റ്റ് ചെയ്യാം എന്നാണ് ക്വസ്റ്റ്യൻ. ആൻഡ് ആൻസർ നോക്കൂ. ഹി കനോട്ട് ഓപ്റ്റ് ടു ഫിക്സ് ഹിസ് പേ ബിയോണ്ട് 1/10/2018 ദ ഡേറ്റ് ഓഫ് ഹിസ് ഇൻക്രിമെൻറ്റ്. അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ഇൻക്രിമെൻറ്റ് കവിഞ്ഞ ഒരു ഡേറ്റിലേക്ക് അദ്ദേഹത്തിന് ഓപ്ഷന് എലിജിബിലിറ്റി ഉണ്ടായിരിക്കില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണിത്, നിങ്ങൾ മനസ്സിലാക്കുക. അടുത്ത മറ്റൊരു വിഭിന്നമായ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഹൗ ദ പേ ഓഫ് ആൻ ഓഫീസർ ഈസ് ഫിക്സ്ഡ് വെൻ ഹി ഈസ് ഗിവൺ പ്രൊമോഷൻ ടു മോർ ദാൻ വൺ പോസ്റ്റ് ഓൺ ദ സെയിം ഡേറ്റ് കോൺസിക്വൻ്റ് ഓൺ റിവിഷൻ ഓഫ് സീനിയോറിറ്റി ലിസ്റ്റ്. അപ്പോൾ നമുക്കറിയാം ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സീനിയോറിറ്റി ലിസ്റ്റൊക്കെ സബ്സിക്വൻ്റ് ആയിട്ടായിരിക്കും റിവൈസ് ചെയ്യപ്പെടുക. അങ്ങനെ സീനിയോറിറ്റി ലിസ്റ്റ് റിവൈസ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് 2 പ്രൊമോഷൻ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഒന്നിൽ കൂടുതൽ പ്രൊമോഷൻ കിട്ടിയാൽ എങ്ങനെയായിരിക്കും ആ പേ ഫിക്സ് ചെയ്യുക? നോക്കൂ, ഹി വിൽ ബി ഗിവൺ നോഷണൽ ഫിക്സേഷൻ ഓഫ് പേ ഇൻ ദ ഇൻ്റർമീഡിയറി പോസ്റ്റ്. ആ ഇടയ്ക്കുള്ള ഒരു പോസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ പേ നോഷണലായിട്ട് സാങ്കല്പികമായിട്ട് നമ്മൾ ഫിക്സ് ചെയ്യും. ആൻഡ് ദെൻ ഹിസ് പേ ഇൻ ദ പ്രൊമോട്ടഡ് പോസ്റ്റ് വിൽ ബി ഫിക്സ്ഡ് വിത്ത് റെഫറൻസ് ടു ദി പേ ഇൻ ദ ഇൻ്റർമീഡിയറി പോസ്റ്റ്. ആ ഇൻ്റർമീഡിയറി പോസ്റ്റിൽ നോഷണലായിട്ട് അറൈവ് ചെയ്ത പേയുടെ ബേസിസിലായിരിക്കും അടുത്ത ഹയർ പോസ്റ്റിലേക്കുള്ള പ്രൊമോഷൻ. ഈ രീതിയിലാണ് ഒന്നിൽ കൂടുതൽ പ്രൊമോഷൻ ലഭിക്കുമ്പോൾ പേ ഫിക്സ് ചെയ്യുന്നത്. അതിൻ്റെ ഗവൺമെൻറ് ഓർഡറാണ് ഞാൻ കൂട്ടിയിരിക്കുന്നത്. 17/11/1987 ഓർഡറാണ്. അതാണ് അതിൻ്റെ അതോറിറ്റി. അടുത്തത് കഴിഞ്ഞ PSC എക്സാമിനേഷന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ പലർക്കും അതിൽ തെറ്റുപറ്റിയത് കൊണ്ടാണ് ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിത് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കൂ. An officer drawing a pay of rupees 72,000 in the scale of rupees 55,350, 1,400. ഞാൻ മിനിമം മാക്സിമം മാത്രമേ വായിക്കുന്നുള്ളൂ. 1716 on 1716 was promoted to officiate in the higher time scale of pay of rupees 68,700, 1,10,400 with effect from 10/10/16. What will be his pay on 1718? ഈ 2 സ്കെയിലുകൾ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. അപ്പോൾ അദ്ദേഹം 70,000 രൂപ വെച്ച് വാങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് 1716 വാങ്ങുമ്പോഴാണ് അദ്ദേഹത്തിന് പ്രൊമോഷൻ കിട്ടുന്നത്. ആൻ ഓഫീസർ ഡ്രോയിങ് പേ ഓഫ് rupees 72,000 ഇൻ ദ സ്കെയിൽ ഓഫ് 55,350, 1,01,400 വാങ്ങുമ്പോൾ 1716 ഹി വാസ് പ്രൊമോട്ടഡ് ടു ഒഫീഷ്യേറ്റ് ഇൻ ദ ഹയർ സ്കെയിൽ. അദ്ദേഹത്തിന് പ്രൊമോഷൻ കിട്ടുന്നു വിത്ത് ഇഫക്റ്റ് ഫ്രം 10/10/2016. 10/10/2016 മുതലാണ് അദ്ദേഹത്തിന് പ്രൊമോഷൻ കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ 1/7/2018 പേ എന്തായിരിക്കും നോക്കാം നമുക്ക്. പേ ആസ് ഓൺ 1/7/16 വാസ് 72,000. ക്വസ്റ്റിനിൽ തന്നെ തന്നിട്ടുണ്ട്. 1/7/16 അദ്ദേഹം വാങ്ങിക്കൊണ്ടിരിക്കുന്ന ശമ്പളം 70,000 ആണ്. ആൻഡ് 10/10/2016 പ്രൊമോഷൻ കിട്ടുമ്പോൾ പേ എങ്ങനെ ഫിക്സ് ചെയ്ത് നോക്കൂ. ആ വാങ്ങിക്കൊണ്ടിരിക്കുന്ന പേയിൽ നിന്ന് ഒരു നോഷണൽ ഇൻക്രിമെന്റ് കൊടുക്കണം 10/10/2016. അപ്പോൾ അദ്ദേഹത്തിന്റെ പേ എന്ന് പറയുന്നത് 73,800. കാരണം റേറ്റ് ഓഫ് ഇൻക്രിമെന്റ് 1,800 ആണ്. ആ നോഷണൽ ഇൻക്രിമെന്റ് അറൈവ് ചെയ്തിട്ട് റിവൈസ്ഡ് സ്കെയിലിന്റെ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്, ആ സ്കെയിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് 75,600 ആണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേ ഫിക്സ് ചെയ്യുന്നത് 10/10/2016 75,600 ആയിട്ടാണ്. റീഫിക്സേഷൻ അദ്ദേഹത്തിന് എലിജിബിലിറ്റി ഉണ്ട്. 1/7/2017 അദ്ദേഹത്തിന്റെ പഴയ പോസ്റ്റിൽ ഒരു ഇൻക്രിമെന്റ് ഡ്യൂ ആവുന്നുണ്ട്. പേ ഇൻ ദ ലോവർ പോസ്റ്റ് ഇൻക്രീസസ് ടു rupees 73,800. 70,000 വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആളിനൊരു ഇൻക്രിമെന്റ് 1/7/17 പഴയ സ്കെയിലിൽ കിട്ടുമ്പോൾ അദ്ദേഹത്തിന്റെ പേ 73,800 ആണ് ഡ്യൂ ടു ദിസ് ഇൻക്രിമെന്റ്. ആഡ് വൺ നോഷണൽ ഇൻക്രിമെന്റ് ഓഫ് rupees 8,800. അപ്പോൾ ഒരു ഇൻക്രിമെന്റ് കൊടുത്തിട്ട് പിന്നീട് അദ്ദേഹത്തിന് ഒരു നോഷണൽ ഇൻക്രിമെന്റ് കൊടുക്കണം. അപ്പോൾ ശമ്പളം 75,600 ആവും. എന്നിട്ട് നെക്സ്റ്റ് സ്റ്റേജ് ആണ്, അതാണല്ലോ 28 എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റേജ് ഇൻ ദി ഹയർ ടൈം സ്കെയിൽ, അതായത് 77,400 പേ ഫിക്സ് ചെയ്യുക. ആൻഡ് അടുത്ത ഇൻക്രിമെന്റ് എന്നാണ് 1/7
2018 his pay increases to 79,200 due to the increment. അപ്പോൾ ആ ഹയർ ടൈം സ്കെയിലിൽ 77,400 കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു ഇൻക്രിമെൻ്റ് കൂടെ കിട്ടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശമ്പളം 79,200 ഫിക്സ് ചെയ്യുക. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്ലൂ ഉള്ളത് 68,700 അദ്ദേഹത്തിൻ്റെ ഹയർ പോസ്റ്റിൻ്റെ ടൈം സ്കെയിൽ. അത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ റീഫിക്സേഷൻ അല്ലെങ്കിൽ 28A വെച്ചിട്ടല്ല ഫിക്സ് ചെയ്യുന്നതെന്നൊക്കെ മിസ്ലീഡ് ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഞാൻ പ്രത്യേകമായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. അടുത്ത ഒരു അനോമലിയാണ്, ഫിക്സേഷനിൽ സംഭവിച്ച ഒരു അനോമലിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അനോമലി ഡ്യൂ ടു റീഫിക്സേഷൻ. Sometimes there may arise an occasion where the pay of a junior officer officiating in a higher post is refixed at a stage higher than the pay drawn by his senior who was confirmed in the higher post on the same scale of pay. അതായത് ഒരു ജൂനിയർ ഓഫീസർ ഒരു സീനിയർ ഓഫീസറെക്കാൾ കൂടുതൽ ശമ്പളം വാങ്ങിക്കുന്ന ഒരവസ്ഥ ചിലപ്പോൾ സംഭവിക്കാറുണ്ട്. And this anomaly will be rectified by refixing the pay of the senior officer at the stage equal to the pay of the junior in the higher post with effect from the date of refixation of the pay of the junior officer subject to the following conditions. ഈ അനോമലി നമ്മൾ റെക്ടിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ജൂനിയർ ഓഫീസർ സീനിയറേക്കാൾ കൂടുതൽ ശമ്പളം വാങ്ങുന്നത് ഏത് ഡേറ്റ് മുതലാണോ ആ ഡേറ്റിൽ അദ്ദേഹം വാങ്ങുന്ന അതേ ശമ്പളം സീനിയർക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കും. അതേ സെയിം പേ സീനിയർ ഓഫീസർക്കും ഫിക്സ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അവിടുത്തെ അനോമലി ഇല്ലാതായി എന്നർത്ഥം. പക്ഷെ ഇങ്ങനെ ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് 3 കണ്ടീഷൻസ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ആ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അങ്ങനെ ഒരു അനോമലി റെക്ടിഫൈ ചെയ്യണമെങ്കിൽ both the officers should belong to the same cadre. രണ്ടുപേരും ഒരേ കേഡറിലായിരിക്കണം വർക്ക് ചെയ്യുന്നത്. കേഡർ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഓരോ കേഡർ ഉണ്ട്. സീനിയർ സൂപ്രണ്ടിൻ്റെ കേഡർ, ജൂനിയർ സൂപ്രണ്ടിൻ്റെ കേഡർ എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഒരേ കേഡറിലായിരിക്കണം രണ്ടുപേരും എന്നുള്ള ഒരു കണ്ടീഷനാണ്. ആൻഡ് ദ പ്രൊമോട്ടഡ് പോസ്റ്റ് ഷുഡ് ബി ഐഡൻറ്റിക്കൽ ആൻഡ് ഇൻ ദ സെയിം കേഡർ. ഈ പ്രൊമോട്ട് ചെയ്ത രണ്ടുപേരുടെയും ജൂനിയറുടെയും സീനിയറുടെയും പ്രൊമോട്ടഡ് പോസ്റ്റ് ഐഡൻറ്റിക്കൽ സ്കെയിൽ ആയിരിക്കണം. ഐഡൻറ്റിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അതും ഡിസ്കസ് ചെയ്താണ്. അവർ രണ്ടും പ്രൊമോട്ടഡ് പോസ്റ്റിലും സെയിം കേഡറിൽ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കണ്ടീഷൻ. രണ്ടാമത് ദ സ്കെയിൽ ഓഫ് പേ ഓഫ് ദി ലോവർ പോസ്റ്റ് ഷുഡ് ബി ഐഡൻറ്റിക്കൽ. അതുപോലെ തന്നെ ഏത് പോസ്റ്റിൽ നിന്നാണോ രണ്ടുപേർക്കും പ്രൊമോഷൻ കിട്ടുന്നത് ആ താഴത്തെ പോസ്റ്റും രണ്ടുപേരുടെയും പോസ്റ്റും ഐഡൻറ്റിക്കൽ സ്കെയിലിലായിരിക്കണം. മൂന്നാമത്തെ കണ്ടീഷൻ the anomaly should be the direct result of the application of 28A. രണ്ടുപേർക്കും ഫിക്സേഷൻ അപ്ലൈ ചെയ്തത് 28A ആണെന്നും ഉറപ്പുവരണം. ഈ 3 കണ്ടീഷൻസും ഒരുപോലെയാണ്. ഈ പറയുന്നത് പോലെയാണെങ്കിൽ the senior officer will be eligible for a refixation and get the anomaly rectified. ഇതോടുകൂടി KSRലെ പേ ഫിക്സേഷൻ്റെ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുക മാത്രമാണ് ചെയ്യുന്നത്. തുടർന്നും നമ്മൾ പേ ഫിക്സേഷൻ്റെ എപ്പിസോഡുകൾ അടുത്ത ഘട്ടങ്ങളിലായിട്ട് അവതരിപ്പിക്കുന്നതായിരിക്കും. അത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ലഭ്യമാകണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്ങനെയാണ് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അപ്പോൾ തെളിയുന്ന ബെൽ ബട്ടണിൽ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി എടുത്താൽ ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭ്യമാകുമെന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. വളരെ കൃത്യമായിട്ട് നിങ്ങൾ പേ ഫിക്സേഷൻ പഠിച്ചാൽ അതാണ് KSRൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അത് നിങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കിയാൽ ഓഫീസിലെ ജീവിതം വളരെ ലളിതമായിരിക്കുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.